ഒരു സാധനം 480 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കച്ചവടക്കാരന് 20% നഷ്ടമാകുന്നു. 20% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? ഓപ്ഷൻസ്: എ 600, ബി 500, സി 700, ഡി 720. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഒറിജിനൽ വില എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് 20% നഷ്ടത്തിന് വിറ്റപ്പോഴാണ് 480 രൂപ കിട്ടിയത്. അതായത് 20% നഷ്ടം പറഞ്ഞാൽ ആ സാധനം 80%-ന് വിൽക്കുന്നുള്ളൂ. അപ്പോൾ ആ സാധനത്തിൻ്റെ 80%-ൻ്റെ വിലയാണ് 480. അപ്പോൾ നമുക്ക് എഴുതാം, ആ സാധനത്തിൻ്റെ വിലയെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ ഈ 80%, 20% നഷ്ടമാണ്, അപ്പോൾ 80% കിട്ടുന്നുള്ളൂ. അപ്പോൾ 80% ഓഫ് ആ സാധനം എക്സ് ആണ് അതിൻ്റെ വില എന്ന് കൂട്ടാം. ഇസ് ഈക്വൽ ടു ആ സാധനത്തിൻ്റെ 80%-ആണ് 480 രൂപ. 20% നഷ്ടത്തിനാണ് വിറ്റത്. അപ്പോൾ ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് എഴുതുമ്പം 80/100 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 480. എക്സ് ഇസ് ഈക്വൽ ടു 480 ഇൻറ്റു ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം 80/100 100/80 ആവും. 80 ഈ 0 അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ 8 48 6 പ്രാവശ്യം 6 × 100 600 രൂപയാണ് ആ സാധനത്തിൻ്റെ ഒറിജിനൽ പ്രൈസ്. ഇനി ഈ സാധനത്തിന് നമുക്ക് 20% ലാഭം കിട്ടണം. അപ്പോൾ നമ്മൾ ആ സാധനത്തിന് 120%-നാണ് വിൽക്കുന്നത്. അപ്പോൾ 600-ൻ്റെ 120% എത്രയെന്ന് നോക്കിയാൽ മതി. ഒറിജിനൽ പ്രൈസ് 600 ആണല്ലോ. അപ്പോൾ 120% ഓഫ് 600 എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇസ് ഈക്വൽ ടു 120/100 ഇൻറ്റു 600. നമുക്ക് ഈ 2 0 ഇങ്ങനെ വെട്ടാം. 0 വെട്ടിക്കഴിഞ്ഞാൽ 12 × 6 ചെയ്താൽ 0 ഇട്ട് കൊടുക്കുക. 6 12 ബാലൻസ് എന്ന് പറഞ്ഞാൽ 720 രൂപയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ സാധനം 20% ലാഭത്തിന് വിൽക്കുകയാണെങ്കിൽ 720 രൂപയ്ക്ക് വിൽക്കണം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Okay, if you like this video, please like, share and subscribe. Thank you.